ഇനിയും കുറെ ദൂരം ഉണ്ടോ അമ്മേ? ഉണ്ട് മോളെ, വേഗം നടക്കണം. അല്ലെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് ദേശമംഗലത്തെത്തില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ തോളിലിരുത്തിയേനെ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, അപ്പുറത്തെ കാട്ടിലെ മുത്തിയമ്മയുടെ ഉത്സവത്തിന് അച്ഛൻ എന്നെ തോളിലിരുത്തിക്കൊണ്ട് പോയത്? ഉത്സവത്തിന്റെ അവിടെ ചെന്നിട്ടും എന്നെ ഇറക്കിയിട്ടില്ല. അമ്മയ്ക്ക് വയ്യല്ലോ മോളെ, അല്ലെങ്കിൽ അമ്മ എന്റെ മോളെ തോളിലെടുത്തേനെ. സാരമില്ല അമ്മേ, അച്ഛനെ ഓർത്തപ്പോ പറഞ്ഞു പോയതാ. നമ്മളവിടെ ആരുടെ അടുത്തേക്കാ പോവാ? അറിയില്ല, ആരെങ്കിലും കണ്ടെത്തണം. അവിടെ അമ്മയ്ക്ക് എന്ത് ജോലിയാ കിട്ടാ? അതും അറിയില്ല. അമ്മ എന്തിനാ മാല കെട്ടുന്നത്? നമ്മൾ പോകുന്നത് ദേശമംഗലത്തമ്മയുടെ നടയിലല്ലേ. അടുത്തു നിന്ന് തൊഴാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് മാല വെക്കാലോ. വേണ്ട, ഒരു ദൈവത്തിനും പൂക്കള് കെട്ടണ്ട, മാലയും കൊടുക്കണ്ട. എന്റെ അച്ഛനെ രക്ഷിക്കാത്ത ദൈവങ്ങളല്ലേ എനിക്ക് കാണണ്ട. മാല മോളിട്ടതാണോ? വരൂ. ദേശമംഗലത്തമ്മയ്ക്ക് വേണ്ടി കെട്ടിയതാ. ഇവളുടെ അച്ഛൻ കാട്ടിൽ പോയപ്പോ പുലി പിടിച്ചതാ. അന്നു മുതല് ദൈവങ്ങളോടൊക്കെ ദേഷ്യമാ. മോളിങ്ങി വാ. എല്ലാവരും എപ്പോഴാ മരിക്കുന്നതെന്നറിയോ? ആയുസ് എത്തുമ്പോൾ. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ മരണസമയവും കുറിക്കപ്പെട്ടിരിക്കും. അത് ആരെക്കൊണ്ടും തിരുത്താനാവില്ല. പേരെന്താ? കുഞ്ഞി. നല്ല പേരാണല്ലോ, കുഞ്ഞിപ്പെണ്ണ്. മനുഷ്യർ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. പിന്നെയും അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവരിലൂടെയാണ്. എന്ന് വെച്ചാൽ മോളുടെ അച്ഛനെ കുറെ കാലം ജീവിക്കുന്നത് മോളിലൂടെയാണ്. മരണം ദുഃഖമുള്ള കാര്യമാണ്, പക്ഷെ എന്നും അതോർത്ത് ദുഃഖിച്ചിരിക്കാൻ പാടില്ല. കുഞ്ഞിപ്പെണ്ണ് ചെയ്യേണ്ടത് എന്താ? അമ്മയ്ക്ക് കൂട്ടായിരിക്കണം, അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം, അച്ഛനെ ഓർക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. കേട്ടോ? ദേശമംഗലത്തെ കുറിച്ച് അറിയോ? ദേശമംഗലത്ത് ആരുടെയെങ്കിലും സഹായം ചോദിച്ച് അവിടെ കൂടാൻ വന്നതാ. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദേശമംഗലത്താണ്. ആണോ? ദേശമംഗലത്തെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. ദേശമംഗലത്തമ്മയെ കുറിച്ചും. ഇവിടെ ഞങ്ങൾക്കൊരു ഇടം കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമല്ലോ. ദേശമംഗലത്ത് അമ്മയോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞല്ലോ, അർച്ചനയും കഴിഞ്ഞല്ലോ. മനസ്സുകൊണ്ട് ദേശമംഗലത്ത് അമ്മയുടെ മുമ്പിൽ എല്ലാവരും എല്ലാം സമർപ്പിച്ചതല്ലേ. ധൈര്യമായി മുന്നോട്ട് പോകൂ. ആദ്യം ചോദിക്കുന്ന ആളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സഹായം കിട്ടിയിരിക്കും. അമ്മ ആരാണ്? ഞാൻ ദേശമംഗലത്തെ ഒരാളാ. കുറെ കാലമായിട്ടുണ്ട്, ഇനിയും കുറെ കാലം ഉണ്ടാവുകയും ചെയ്യും. കുഞ്ഞിപ്പെണ്ണെ, ഇനിയിപ്പോൾ നീ ദേശമംഗലംകാരിയല്ലേ. എല്ലാവരെയും നോക്കുന്നത് പോലെ ഞാനും കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊള്ളാം, കേട്ടോ? അമ്മയും മോളും നേരെ നടന്നോളൂ. ദേശമംഗലത്ത് നിങ്ങൾക്കെല്ലാം ഉണ്ട്. വാ. ക്ഷേത്ര കാര്യങ്ങൾക്ക് എന്തിനാ ഇപ്പോ പുതിയൊരു കാര്യക്കാരൻ? യാതൊരു കുഴപ്പമില്ലാതെ ക്ഷേത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. തമ്പുരാന്റെ കൽപ്പനയല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ?
വരുന്ന ആൾ തമ്പുരാന്റെ മൂത്ത ജ്യേഷ്ഠനാ. അതുകൊണ്ട് എന്താ കാര്യം? ദേശമംഗലം തമ്മിയുടെ പ്രതിഷ്ഠ നടന്നപ്പോ കാര്യക്കാരനായി ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ശിവശങ്കരൻ. അത് തമ്പുരാന്റെ സഹോദരിയുടെ ഭർത്താവല്ലേ? എന്നിട്ട് എന്തൊക്കെയാ അയാൾ കാണിച്ചു കൂട്ടിയത്? കള്ളം പറഞ്ഞും തമ്മിലടിപ്പിച്ചും ദേശമംഗലം തമ്മിയുടെ ഭക്തന്മാരെ ഭിന്നിപ്പിക്കാനല്ലേ അയാൾ ശ്രമിച്ചത്? ഒരു കാര്യം നാം പറയാം, പുതുതായി വരുന്ന കാര്യക്കാരൻ ദേശമംഗല തമ്മിയുടെ ഇംഗിതത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ തമ്പുരാനോട് പരാതിപ്പെടണം. അതിനിപ്പോ സ്ഥാനം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വരുന്നു എന്ന് പറഞ്ഞ മഹാനുണ്ടല്ലോ, ചിത്രഭാനു, അയാളുടെ അച്ഛൻ തമ്പുരാൻ പണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. സംഗതി എന്താ? അധികാരത്തിനോടുള്ള ഭ്രമം. അച്ഛന്റെ രക്തം തന്നെ ആയിരിക്കുമല്ലോ മകനും. എങ്കിൽ പിന്നെ സംശയിക്കണ്ട, ഈ വരവ് ദേശമംഗലത്തിന്റെ നാശത്തിന് തന്നെയാണ്. ദേശമംഗലത്തെ പൊന്നു തമ്പുരാനും ദേശമംഗലത്തെ ക്ഷേത്രത്തിനും ദോഷം വരുന്ന പ്രവൃത്തികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കണ്ണടച്ച് നമ്മൾ എതിർക്കണം. വരുന്നയാള് ചിത്രഭാനുവോ ചിത്രഗുപ്തനോ യമധർമ്മനോ ആരും ആയിക്കോട്ടെ, ക്ഷേത്ര കാര്യങ്ങളിൽ നമ്മൾ പറയുന്നത് അനുസരിക്കണം. ഇല്ലെങ്കിലേ പണ്ടൊരിക്കല് ഇറങ്ങിപ്പോയതുപോലെ ദേശമംഗലത്തുനിന്ന് അടിച്ചിറക്കണം നമ്മൾ അയാളെ. ആരാ നിങ്ങൾ? എന്താ ഈ കാണിച്ചത്? ദേശമംഗലത്തിന്റെ മണ്ണിൽ ഒരു പുരോഹിതനെ ആക്രമിക്കാനുള്ള ധൈര്യമോ നിങ്ങൾക്ക്? വെറും ഒരാളല്ല, അധികാരമുള്ള ആള് തന്നെ. ഇതാണ് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ചിത്രഭാനു. ദേശമംഗലത്തെ പുരോഹിതന്മാർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നാവ് പൊളയ്ക്കാൻ അറിയാമെങ്കിൽ അത് കാലുയർത്താൻ അറിയുന്നവരെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. നാം ചിത്രഭാനു സ്ഥാനം കൊണ്ട് ദേശമംഗലത്തെ പൊന്നുതമ്പുരാനേക്കാൾ മുതിർന്നത്. ദേശമംഗലത്തെ സിംഹാസനത്തിൽ നാമായിരുന്നു ഇരിക്കേണ്ടിയിരുന്നതെന്ന് എല്ലാവർക്കും നന്നായി അറിയാമല്ലോ. തിരിച്ചു വന്നത് ദേശമംഗലത്തെ വെറും ഒരു പ്രജയാവാനല്ല, ദേശമംഗലത്തെ പൊന്നുതമ്പുരാനേക്കാൾ കൂടിയ കൽപ്പനകൾ പുറപ്പെടുവിക്കുവാനാണ്. ദൂഷ്യം പറയാൻ നാവ് ഉയർത്തുന്നവർ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സുന്ദരരാജനല്ല ചിത്രഭാനു, അരിഞ്ഞെടുക്കും എല്ലാ നാവുകളും. ഓർത്തോ? സംശയം വേണ്ട, ദേശമംഗലത്തിന്റെ നാശം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.